കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ ഉത്തരവ് പിൻവലിച്ചേ മതിയാകൂവെന്ന് വി.എം. സുധീരൻ. പാർട്ടി തീരുമാനം അംഗീകരിക്കാത്ത മന്ത്രിമാരെ നിലയ്ക്ക് നിർത്തണമെന്നും സുധീരൻ പറഞ്ഞു. പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ സുധീരൻ പരാജയപ്പെട്ടു എന്നാരോപിച്ച് സുധീരനെതിരെ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ രംഗത്തു വന്നു. വലിയ പൊട്ടിത്തെറിയാണ് കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ നിലവിൽ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് സുധീരൻ കർക്കശമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക്, പൂർണ്ണമായും ഈ തീരുമാനം പിൻവലിക്കണം എന്ന തരത്തിൽ. എന്നാൽ ഭാഗികമായ ചെറിയ ഭേദഗതിയോടുകൂടി തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. MR സജേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നതിനുള്ള തീരുമാനം പിൻവലിക്കാത്ത നടപടി കോൺഗ്രസിൽ വളരെ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത്. ബാർ കേസിന് സമാനമായ രീതിയിൽ പാർട്ടിയും സർക്കാരും ആയി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. സുധീരൻ ഇന്ന് KPCC യോഗത്തിൽ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ചും മന്ത്രി അടൂർ പ്രകാശിന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. ഞാൻ 2 തവണ റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്, റവന്യൂ മന്ത്രി അത് കണ്ടില്ലേ, ഒരു മറുപടിയും എനിക്ക് തന്നില്ല, മാധ്യമങ്ങളിലൂടെയാണ് ഉത്തരവ് പിൻവലിക്കില്ലെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞത്. അനുസരിക്കാത്ത മന്ത്രിമാരെ നിലയ്ക്ക് നിർത്താൻ അറിയാമെന്നും സുധീരൻ KPCC യോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനം KPCC യോഗത്തിൽ വിശദീകരിച്ചിരുന്നു. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ല, ഇതിന് ഭേദഗതി വരുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന മന്ത്രിസഭാ തീരുമാനമായിരുന്നു വിശദീകരിച്ചത്. ഇതിനുശേഷമായിരുന്നു സുധീരൻ എഴുന്നേൽക്കുകയും സുധീരൻ്റെ വലിയ രോഷപ്രകടനമാണ് സുധീരൻ KPCC മീറ്റിങ്ങിനകത്ത് നടത്തിയത്. ഭേദഗതി പോരാ, ഉത്തരവ് പിൻവലിക്കുക തന്നെ വേണമെന്ന് KPCC യോഗത്തിൽ സുധീരൻ ആവശ്യപ്പെട്ടു. സുധീരനെ VC കബീർ, PP സുലൈമാൻ റാവുത്തർ, TN പ്രതാപൻ തുടങ്ങിയവർ പിന്തുണച്ചു. എന്നാൽ K സുധാകരൻ വലിയ തോതിൽ സുധീരനെ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് LDFന് അടിക്കാനുള്ള വടി നൽകി KPCC പ്രസിഡന്റ് എന്ന വിമർശനമാണ് K സുധാകരൻ ഉന്നയിച്ചത്. 2 ഗ്രൂപ്പുകൾക്കും സുധീരന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡിന് പരാതി അറിയിക്കാനും 2 AI ഗ്രൂപ്പുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ നിലവിലുണ്ടായിരുന്ന ഐക്യത്തിൽ സുധീരൻ വിള്ളലുണ്ടാക്കി, ഒറ്റയ്ക്ക് ആളാവാൻ ശ്രമിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന വിമർശനമാണ് 2 ഗ്രൂപ്പുകൾക്കുമുള്ളത്. AI ഗ്രൂപ്പുകൾ ഈ പരാതി ഹൈക്കമാൻഡിനെ അറിയിക്കും. സൗമ്യ, MR സജേഷാണ് ആ വിവരങ്ങൾ നൽകിയത്. കരുണ എസ്റ്റേറ്റിൽ വിവാദമായ തീരുമാനത്തിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്നോട്ട് പോകില്ല എന്ന തീരുമാനം കൂടി വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സുധീരൻ ഉയർത്തിയിരിക്കുന്നത്. ഇനി വരും നിമിഷങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ ഇളകി മറിയുകയാണ് എന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. ഒരിടവേളയിലേക്ക്. Hi, treatment appointment undu. This way, please. Wow. Welcome to the Golden Glow Fairness Treatment. Irikku. Fair and Lovely Ayurveda Care Cream. Idu verum cream alla, Golden Glow treatment aanu. Pudiya Fair and Lovely Ayurvedic Care. Idilunde Kungumadi Thailam, Kungumappu. Ivadarum Golden Glow. Wow. Sherikkum Golden Glow. Thank you. താങ്കൾക്ക് പറയണോ അതോ ഇതിനോ? പുതിയ Fair and Lovely Ayurvedic Care. വിശ്വസ്തത ചരിത്രം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ ICLന്റെ 3 ബ്രാഞ്ചുകൾ ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്യുന്നു. കോതമംഗലം, മൂവാറ്റുപുഴ, കോലഞ്ചേരി. ഉദ്ഘാടനം മാർച്ച് 16. പ്രശസ്ത സിനിമാ താരം മുകേഷ് നിർവഹിക്കുന്നു. ICL MD and CEO ശ്രീ KG അനിൽകുമാർ സ്വാഗതം ആശംസിക്കുന്നു. ഗോൾഡ് ലോണിന് വെറും 9% പലിശ നിരക്ക്. വനിതകൾക്ക് 7% പലിശ നിരക്കിൽ 2 വീലർ ലോൺ. ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനി ലിമിറ്റഡ്, എ ക്രിസിൽ റേറ്റഡ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി, റിസർവ് ബാങ്ക് അംഗീകൃത ISO സർട്ടിഫൈഡ് ധനകാര്യ സ്ഥാപനം. Join ICL, grow with us. മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ലയിൽ 2ാമത്തെ ഷോറൂം തുറക്കുകയാണോ? അതെ. ബോളിവുഡ് സൂപ്പർ താരം ശിൽപ ഷെട്ടി മാർച്ച് 17 വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നു. I'm very excited to be coming to Kerala on the 17th of March for the grand inauguration of one of the largest fashion boutiques, Mahalakshmi Silks, the Classics. Mahalakshmi Silks, the Classics, Muthoor, Tiruvalla. മെത്രാൻകായൽ കടമക്കുടി നെൽവയൽ നികത്താനുള്ള തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് സർക്കാർ. മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നികത്താനുള്ള അനുമതി തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കി. ഇക്കാര്യം വ്യക്തമാക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. സൗമ്യ, മെത്രൻകായലിൽ 378 ഏക്കറും കടമക്കുടിയിൽ 47 ഏക്കറും നികത്താനുള്ള സർക്കാർ ഉത്തരവ് വിവാദമായതോടെ പിൻവലിക്കുകയായിരുന്നു.
നിലനിർത്താനുള്ള അനുമതി പിൻവലിച്ചുള്ള ഉത്തരവിൽ മാധ്യമങ്ങളെയാണ് ഇപ്പോൾ സർക്കാർ പഴിച്ചിരിക്കുന്നത്. പത്രദൃശ്യമാധ്യമങ്ങൾ വഴി നടന്ന തെറ്റായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം തൽക്കാലം നടപ്പാക്കുന്നില്ല എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് നിലം നികത്താൻ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ അനുമതി ശരിയായിരുന്നു എന്നാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം എല്ലാ നിയമങ്ങളും പാലിച്ചാൽ പോലും പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. നിലം നികത്താനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും തെറ്റാണെന്ന് സമ്മതിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നത്. സൗമ്യ, ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റികൾ നൽകിയ പട്ടിക പരിശോധിച്ച് മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കമ്മിറ്റികൾ വീണ്ടും സമർപ്പിച്ച സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഘടകകക്ഷികൾക്കുള്ള സീറ്റുകൾ തീരുമാനിച്ച ശേഷം CPIM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിക്കുന്നു. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ കോളേജുകൾക്ക് നോട്ടീസ് നൽകി. JNU സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു. കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കാവുന്ന നീക്കവുമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ടു പോകുന്നത്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ കോളേജുകൾക്ക് പോലീസ് ഇന്റലിജൻസ് വിഭാഗമാണ് നോട്ടീസ് നൽകിയത്. വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാനാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. JNUവിലെ വിദ്യാർത്ഥികളുടെ അറസ്റ്റിനെ തുടർന്ന് കൊൽക്കത്തയിലെ ജാദവ്പൂർ സർവകലാശാലയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊൽക്കത്തയിലെ കോളേജുകൾക്ക് നോട്ടീസ് അയച്ചത് എന്നാണ് സൂചന. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒപ്പോടുകൂടിയ നോട്ടീസ് കോളേജ് പ്രിൻസിപ്പൽമാർക്കാണ് അയച്ചത്. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് നടപടിയെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാനിലെ പെഷവാറിൽ വൻ സ്ഫോടനത്തിൽ 15 പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുമായി പോയ ബസ്സിനകത്തായിരുന്നു ഉഗ്രസ്ഫോടനമുണ്ടായത്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പെഷവാറിൽ സർക്കാർ ജീവനക്കാരെ ഓഫീസിലെത്തിക്കാൻ പുറപ്പെട്ട ബസ്സിനകത്താണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിൽ 15 പേർ മരിച്ചു, 50ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. സിവിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും കൊണ്ട് മർദാൻ നഗരത്തിൽ നിന്ന് പെഷവാറിലേക്കുള്ള യാത്രാമധ്യേ സുനേഹ്രി മസ്ജിദ് റോഡിൽ വെച്ചായിരുന്നു സ്ഫോടനം. ബസ്സിൽ ഘടിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് SP ഖാൻ കാഷിഫ് സുൽഫിക്കർ അറിയിച്ചു. മരിച്ചവരിൽ 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടും. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തദ്ദേശവാസികളും പോലീസുകാരും ബസിന്റെ മുകൾ ഭാഗം വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സംഭവത്തെ അപലപിച്ചു. ന്യൂസ് ഡെസ്ക്. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിൽ ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ഞാനിനി പേരുകൾ ആവർത്തിക്കുന്നില്ല. അവിടെ അവരെല്ലാം പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്തതാണ്. സമയം വൈകിയതുകൊണ്ട് ഞാൻ ദീർഘമായി ഇനി പേരുകൾ പറഞ്ഞ സമയം കളയുന്നില്ല. ആദരണീയരായ ബഹുമാനരായ നേതാക്കളെ, പുതിയതായി ജില്ലകളിൽ ചുമതലയേറ്റിട്ടുള്ള ബഹുമാനരായ ജില്ലാ കൺവീനർമാർ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, എൻ്റെ പിതാവിനോടൊപ്പം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ സജീവമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരംഭകാലം മുതൽ 964 മുതൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന അവിഭക്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ശ്രീ തുടിപ്പാറ സ്കറിയാച്ചൻ ചേട്ടൻ ഇവിടെയുണ്ട്, കാരക്കൽ കുഞ്ഞേപ്പിയേട്ടനുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രിയങ്കരായ ജ്യേഷ്ഠ സഹോദരന്മാർ, പ്രിയമുള്ള സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ചരിത്ര മുഹൂർത്തത്തിൽ എത്തി നിൽക്കുകയാണ്. 964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ കോട്ടയം പട്ടണത്തിൽ ആരംഭം കുറിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു, ഭാരതകേസരി മന്നത്തപ്പൻ, അദ്ദേഹമാണ് കേരള കോൺഗ്രസ് എന്ന പേര് ചൊല്ലി വിളിച്ചത്.
അദ്ദേഹത്തോടൊപ്പം അന്ന് ആ വേദിയിൽ KM ജോർജും അതുപോലെ തന്നെ ശ്രീ മാത്തച്ചൻ കുരുവനാക്കുന്നേൽ, ശ്രീ വയലാർ ഇടക്കുള, ശ്രീ ഇ ജോൺ ജേക്കബ് തുടങ്ങിയ നേതാക്കന്മാർ, അങ്ങനെ ഒട്ടനവധി പേർ, ഞാൻ എല്ലാവരുടെയും പേര് എടുത്തു പറയുന്നില്ല. അവരോടൊപ്പം ആ കാലം മുതൽ പ്രവർത്തിച്ച് ഈ നീണ്ട അരനൂറ്റാണ്ട് കാലം ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുകയും ഇതിനെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്ത അനേകം നേതാക്കന്മാരും പ്രവർത്തകരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആദരവോടുകൂടി അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരുടെ പാവനമായ ആ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് ആരംഭം കുറിച്ചപ്പോൾ എന്താണ് ലക്ഷ്യം വെച്ചത്? നമ്മൾ ഇന്ന് കാണുന്ന ഒരു കേരള കോൺഗ്രസിനെയാണോ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മളുടെ സ്ഥാപക നേതാക്കന്മാർ ഈ പാർട്ടിക്ക് വേണ്ടി മറ്റു യാതൊന്നും പ്രതീക്ഷിക്കാതെ അവിഭക്ത കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേറിട്ട് വന്നു? ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോട്ടയം ജില്ലാ കമ്മിറ്റി DCC അതിന്റെ ബോർഡുകൾ, ഓരോ DCCയുടെ കീഴിലുള്ള ഓരോ കോൺഗ്രസ് ഓഫീസുകളുടെയും ബോർഡുകൾ മാറ്റിവെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ആക്കി മാറ്റി അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മാത്തച്ചൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അനേകായിരം പ്രവർത്തകർ, അവരെന്താണ് ലക്ഷ്യം വെച്ചത്? ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. 964 മുതൽ 75 വരെയുള്ള ഒരു കാലഘട്ടം, ആ ഒരു പതിറ്റാണ്ടിനിടയിൽ ഞാൻ ഓർക്കുന്നു, കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേരള സംസ്ഥാനത്ത് ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു. കേരളത്തിലെ 2 രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ കേരള കോൺഗ്രസ് പ്രസ്ഥാനവുമായി സഖ്യമുണ്ടാക്കാനും കേരള കോൺഗ്രസിനെ തങ്ങളുടെ കൂടെ കൂട്ടാനും പരിശ്രമിച്ചിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിലെ കേരള കോൺഗ്രസ് എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് വിസ്തരിച്ച് പറയേണ്ടതായിട്ടില്ല. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കേരള കോൺഗ്രസ് പിറന്നു വീണപ്പോൾ ഒരു പതിറ്റാണ്ട് കാലം സ്വന്തം കാലിൽ തനിച്ചാണ് നിന്നത്. തനിച്ച് നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കർഷകരും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും നിരന്തരമായിട്ടുള്ള പ്രോത്സാഹനവും പിന്തുണയും ആർജിച്ചുകൊണ്ടാണ് അവരെ വിശ്വാസത്തിലെടുത്തും അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുമാണ് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിലെ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറിയത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ആ ഒരു പതിറ്റാണ്ട് കാലം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. 75 അടിയന്തരാവസ്ഥ കാലം. ആ അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, അന്ന് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ തയ്യാറായത് ഇന്ത്യയിലെ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി മാത്രമാണ്. അതിലൊന്ന് കേരളത്തിലെ കേരള കോൺഗ്രസ് എന്ന പാർട്ടി, മറ്റൊന്ന് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ്, ഷെയ്ഖ് അബ്ദുള്ള നേതൃത്വം കൊടുത്തിരുന്ന നാഷണൽ കോൺഫറൻസ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊക്കെ എന്ത് സമീപനമാണ് ശ്രീമതി ഗാന്ധി സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടായിരിക്കണം അടിയന്തരാവസ്ഥ എല്ലാവിധ അധികാരവും കയ്യിലൊതുക്കി ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഒരു സംസ്ഥാനത്തെ, കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തെ ഒരു പ്രാദേശിക കക്ഷിയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നിരിക്കണം? നമുക്കറിയാമല്ലോ, രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് ആരും അങ്ങനെ സൗജന്യങ്ങളൊന്നും ചെയ്യാറില്ല. അങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ കൂട്ടുകെട്ടൊന്നുമില്ല. തങ്ങൾക്ക് എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം എന്നുള്ളത് മാത്രം വിലയിരുത്തിയാണ് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അന്ന് കേരള കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനോ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ബോധ്യം വന്നപ്പോൾ അനന്തകാലത്തേക്ക് ഇന്ത്യ പോലെ ജനാധിപത്യ വ്യവസ്ഥയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയെ അടിയന്തരാവസ്ഥയിൽ തളച്ചിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും.
അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരള സംസ്ഥാനത്തായിരിക്കണം ആ തെരഞ്ഞെടുപ്പ്. അടിയന്തരാവസ്ഥ പിൻവലിച്ചാൽ, അങ്ങനെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഇല്ലാതെ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രത്യേകമായി ക്ഷണിച്ച് അന്ന് കേരള കോൺഗ്രസ് പ്രസ്ഥാനം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അന്ന് ശ്രീമതി ഗാന്ധി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഞാനിത് സൂചിപ്പിച്ചത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന പ്രാധാന്യവും നിർണായകമായിട്ടുള്ള സ്ഥാനവും എന്തായിരുന്നു എന്ന് പുതിയ തലമുറ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, അതിന് ശേഷം നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നിപ്പുകളും പിളർപ്പുകളും മാണിസാർ എപ്പോഴും വളരെ ഊറ്റത്തോടു കൂടി പറയുന്ന വളരും തോറും പിളരും, പിളരും തോറും വളരുമെന്നുള്ള സിദ്ധാന്തം മാണിസാറിന്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഒരു ഉപസിദ്ധാന്തമാണ്. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നുള്ളത് മാണിസാറിന്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഒരു ഉപസിദ്ധാന്തം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൈമുതലാക്കേണ്ട ഒരു സിദ്ധാന്തമാണോ അത്? പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം 964 കേരള കോൺഗ്രസ് പ്രസ്ഥാനം എന്തായിരുന്നു? ആ ചൈതന്യത്തിലേക്ക്, ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്ന് ബോധ്യമായപ്പോഴാണ് വളരെ നിർണായകമായിട്ടുള്ള ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ നമ്മൾ നിർബന്ധിതമായത്. വെറുതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു നേരം പോക്കിന് വല്ലപ്പോഴും ഒരു കമ്മിറ്റി കൂടുക, എന്തെങ്കിലും ചർച്ച ചെയ്താൽ ചർച്ച ചെയ്തു എന്ന് വരുത്തുക, അതിനപ്പുറം ഒരു ലക്ഷ്യവുമില്ലാതെ കേരളത്തെ ബാധിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന 964 പാർട്ടി രൂപം കൊണ്ടപ്പോൾ പറഞ്ഞ കാർഷിക മേഖലയുടെയും കർഷകരുടെയും സംരക്ഷണം എന്നുള്ള ആശയം, ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നുള്ള ആശയം, അഴിമതിരഹിതമായിട്ടുള്ള സൽഭരണം എന്നുള്ള മുദ്രാവാക്യം, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നുള്ള കാഴ്ചപ്പാട്, അതോടൊപ്പം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നയങ്ങളും നിലപാടുകളും എന്നുള്ള കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടുകളൊക്കെ ഇന്നും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതിന് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും സംശയത്തിനിടയുണ്ടോ? ആർക്കെങ്കിലും അത് തർക്കിക്കാനായിട്ട് കഴിയുമോ? ഇന്ന് ഈ രാജ്യത്തെ സ്ഥിതി എന്താണ്? ഈ രാജ്യത്തിന്റെ കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്നു. BJP നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെന്റ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് എടുക്കുന്ന സമീപനം എന്താണ്? ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്ത് ഭക്ഷിക്കണം, എന്ത് പഠിക്കണം, എന്ത് ധരിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന നിർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം വഴുതിയെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മന്ത്രിസഭയെ വിശ്വാസത്തിലെടുക്കാതെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്നുള്ള ജനാധിപത്യ തത്വം വിസ്മരിച്ചുകൊണ്ട് ബാഹ്യശക്തികളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആജ്ഞാനുവർത്തിയായി ഇന്ന് എല്ലാ അധികാരവും സ്വന്തം ഓഫീസിൽ അല്ലെങ്കിൽ താനും ഏതാനും ഉപദേഷ്ടാക്കളും മാത്രം ഈ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കും എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്, ഭരണം കൊണ്ടുപോവുകയാണ്. നമുക്കറിയാമല്ലോ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളാണ് ഈ സമീപകാലത്തുണ്ടായത്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹിയിലെ പാട്യാല കോടതി വളപ്പിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ പാരമ്പര്യത്തിന് ഉതകുന്ന സംഭവങ്ങളാണോ? ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യമുണ്ട്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തി എന്നുള്ളതാണ്. നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടെന്ന് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട രാജ്യങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക രംഗത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ നിർഭാഗ്യകരമാണ്. കഴിഞ്ഞ ഒരു 10 കാലത്തിനിടെ
ഏതാണ്ട് 3 ലക്ഷത്തിലേറെ കർഷകരാണ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എത്രയോ നിർഭാഗ്യകരമാണ്. കേരളത്തിന്റെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ മേഖലകളുടെയൊക്കെ തകർച്ച. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ജനാധിപത്യം പുലർത്താൻ കഴിഞ്ഞു, നിയമവാഴ്ച അത് നിലനിർത്താൻ കഴിഞ്ഞു, ജനാധിപത്യ അവകാശങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സമീപനവുമായി നമുക്ക് ഈ 6.5 പതിറ്റാണ്ട് കാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇടവേളകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള അടിയന്തരാവസ്ഥ പോലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കാനും ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലകൊള്ളും, അത് ഉറപ്പിക്കാനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 100 കോടിയിലേറെ വരുന്ന ജനങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. UPA കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 1-2 UPA ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകൾ അനുവർത്തിച്ചു വരുന്ന സാമ്പത്തിക നയങ്ങൾ, പ്രിയമുള്ളവരെ, 90കളിൽ ആരംഭിച്ച കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ശ്രീമൻ PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ, ആ നയങ്ങൾ തന്നെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ കേരളത്തിലെ കാർഷിക മേഖലയിലും കേരളത്തിലെ കർഷകരും. ഞാനത് വിശദമായി പറയേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയുള്ള ആ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ, അതോടൊപ്പം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇന്ന് മതേതരത്വ പാരമ്പര്യത്തെ ഹനിക്കുന്ന സമീപനങ്ങൾ, ഈ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്താതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സംരക്ഷണം എന്ന് കേരള കോൺഗ്രസ് പാർട്ടി 1/2 നൂറ്റാണ്ട് മുൻപ് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? കേരളത്തിന്റെ കാർഷിക മേഖല അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മലയോര മേഖലയിലെ നാണ്യവിള കർഷകർ, നമ്മളുടെ ഇടനാട്ടിലെ നെൽകർഷകരും നാളികേര കർഷകരും, തീരദേശ മേഖലയിൽ മത്സ്യബന്ധന രംഗത്ത് ഉൾപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഈ ജനവിഭാഗങ്ങളുടെ എല്ലാം ജീവിതം അങ്ങേയറ്റം ദുരിതത്തിലാഴ്ത്തുന്ന സാമ്പത്തിക നയങ്ങളും നിലപാടുകളും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയുക? ഇവിടെ പറഞ്ഞല്ലോ, ലോക വ്യാപാര സംഘടനയിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് നേട്ടമാണ്. ആസിയാൻ പോലുള്ള കരാറുകളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഞാൻ ഓർക്കുന്നു, പാർലമെന്റ് ഉണ്ടായിരുന്ന അവസരത്തിൽ വളരെ ശക്തമായി നമ്മൾ പറഞ്ഞിരുന്നു, ആസിയാൻ കരാർ പോലുള്ള കരാറുകൾ ഉൾപ്പെടുന്നതിന് മുൻപ് ഇന്ത്യ ഒരു ജനാധിപത്യ ഫെഡറൽ രാജ്യമാണ്. ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് കരാറുകൾ വിദേശ രാജ്യങ്ങളുമായി, അത് ബൈലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഏത് രീതിയിലുള്ള കരാറുകളാണെങ്കിലും അങ്ങനെയുള്ള കരാറുകൾ ഒപ്പിടുന്നതിന് മുൻപ് ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കണം. എന്താണ് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാൻ ഞങ്ങൾ പോകുന്നു, അതിന് വിശദാംശങ്ങൾ ഇന്നതാണ്, അങ്ങനെ ഒരു കരാർ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ആരായാതെ ഏകപക്ഷീയമായി ഇങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെടുന്നതിലൂടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും എന്ന് ഞങ്ങൾ അന്നൊക്കെ ആരും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരും അതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതെല്ലാം രാജ്യത്തിന് നല്ലതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോ എന്താണ് കാണുന്നത്? നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയാണ്. എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളും. ഏറ്റവും ഒടുവിൽ അതിന്റെ ബലിയാടുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള റബ്ബർ കർഷകരാണ്. ഏലത്തിന്റെ കാര്യം ഒരു വശത്ത് കിടക്കുന്നു. ഗ്വാട്ടിമാലയിൽ നിന്നുള്ള ഇറക്കുമതി റബ്ബറാണെങ്കിൽ മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും നികുതി കൂടാതെയും നികുതി കൊടുത്തും വളരെ ചുരുക്കമായിട്ടുള്ള വളരെ കുറഞ്ഞ നികുതിക്ക് ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാമെന്ന് വന്നപ്പോഴാണ് ആഗോള മാർക്കറ്റിലെ പ്രതിഭാസമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ കർഷകരെ, റബ്ബർ കർഷകരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്ത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും അധികാരം കൈയാളുന്ന ഭരണാധികാരികൾക്കുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. എങ്ങനെയാണ് ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ
റബ്ബർ ഉൽപാദക രാഷ്ട്രമായി മാറിയത്? എങ്ങനെയാണ് ഈ രാജ്യം ഏറ്റവും വലിയ കുരുമുളക് ഉൽപാദക രാഷ്ട്രമായി മാറിയത്? എങ്ങനെയാണ് ഏറ്റവും വലിയ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായി മാറിയത്? കാപ്പിയുടെയും തേയിലയുടെയും കാര്യത്തിലൊക്കെ ഈ രാജ്യത്തിന് ലോക ഭൂപടത്തിൽ, കാർഷിക ഭൂപടത്തിൽ ഒരു സ്ഥാനമുണ്ടായത് എങ്ങനെയാണ്? അതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഭരണാധികാരികൾ വിസ്മരിക്കാൻ പാടില്ല. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ചെറുകിട ഇടത്തരം കർഷകർ അവർ പകലന്തിയോളം പാടത്തും പറമ്പിലും ഈ മേഖലകളിലെല്ലാം അധ്വാനിക്കും.